ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് മൂന്നാം ക്ലാസ്സിലെ മാത്സ് കണക്ക് പുസ്തകത്തിലെ 73-ാമത്തെ പേജിലെ വർക്കിനെ കുറിച്ചാണ്. ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ നമുക്ക് മാഷ് എടുത്തു തന്നത് ഈ വർക്കാണ്. ഈ വർക്ക് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ 3 വർക്കുകൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് മലയാളം മീഡിയമാണ്. നമുക്കതൊന്ന് വായിക്കാം. ഒരു പാക്കറ്റിൽ 3 എണ്ണം വീതമുള്ള 6 പാക്കറ്റ് ബിസ്ക്കറ്റുകളാണ് വാങ്ങിയത് എങ്കിൽ ആകെ ബിസ്ക്കറ്റുകളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐ ബോട്ട് 6 പാക്കറ്റ്സ് വിത്ത് 3 ബിസ്ക്കറ്റ്സ് ഈച്ച്. വാട്ട് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് ബിസ്ക്കറ്റ് ഐ ബോട്ട്? ആകെ വാങ്ങിയ ബിസ്ക്കറ്റുകളുടെ എണ്ണം എത്ര? ഈ പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു പാക്കറ്റിലുള്ള ബിസ്ക്കറ്റിന്റെ എണ്ണം എത്രയാണ്? 3. നമുക്കത് ഇവിടെ ഈ ഭാഗത്ത് 3 എന്നെഴുതാം. ഒരു പാക്കറ്റിലുള്ള ബിസ്ക്കറ്റുകളുടെ എണ്ണം 3. ആകെ പാക്കറ്റുകളുടെ എണ്ണം എത്രയാണ്? 6. ആകെ പാക്കറ്റുകളുടെ എണ്ണം എത്രയാണ്? 6. അത് ഞാൻ ഈ ഭാഗത്തും എഴുതി. അപ്പം 3 എണ്ണമാണ് ഒരു പാക്കറ്റിലുള്ളത്. 6 പാക്കറ്റ് ബിസ്ക്കറ്റുകളാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ബിസ്ക്കറ്റ് 6 ബിസ്ക്കറ്റുകളുടെ എണ്ണം എത്ര? 6 പാക്കറ്റിലുള്ള ബിസ്ക്കറ്റുകളുടെ എണ്ണം എത്ര ഉണ്ടാകും? 6 ഗുണിക്കണം 3. 6 ഗുണിക്കണം 3 എത്രയായിരിക്കും? 6 3 എത്രയാണ്? നിങ്ങൾ ഒന്ന് കൂട്ടി നോക്കുക. 3 പ്ലസ് 3 പ്ലസ് 3 പ്ലസ് 3 പ്ലസ് അങ്ങനെ കൂട്ടി പോകുമ്പോൾ എത്ര കിട്ടും? 18 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. 18 എന്ന് ഉത്തരം കിട്ടും. അപ്പൊ ആകെ ബിസ്ക്കറ്റുകളുടെ എണ്ണം എത്രയാണ്? 18. ടോട്ടൽ ബിസ്ക്കറ്റ് 18. ഓക്കെ. ഒരു പാക്കറ്റിൽ 3 എണ്ണം വീതമുള്ള 6 പാക്കറ്റ് ബിസ്ക്കറ്റുകളാണ് വാങ്ങിയത് എങ്കിൽ ആകെ ബിസ്ക്കറ്റുകളുടെ എണ്ണം എത്ര? അല്ലെ? എണ്ണത്തെ ഗുണിക്കുക. എത്ര എണ്ണമുണ്ട്? 6 എണ്ണം. അതിൽ എത്ര എണ്ണം വീതമാണുള്ളത്? 3 എണ്ണം. എത്ര പാക്കറ്റാണ് വാങ്ങിയത്? 6. അപ്പൊ 6 ഗുണിക്കണം 3 18. ഇനി 3 ഗുണിക്കണം 6 എന്ന് എഴുതിയാലും 6 × 3 3 × 6 എന്ന് എഴുതിയാലും ഒക്കെ ഒരു ഉത്തരം തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ ഉത്തരം 18 എന്ന് കിട്ടും. ടോട്ടൽ ബിസ്ക്കറ്റ് 18 എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ ചോദ്യം. ടീച്ചർ കുട്ടികളെ 4 പേർ വീതമുള്ള 5 ഗ്രൂപ്പുകളാക്കിയപ്പോൾ ഒരു കുട്ടി ബാക്കി വന്നു. 5 കുട്ടികൾ വീതമുള്ള 4 ഗ്രൂപ്പുകളാക്കിയപ്പോഴും ഒരു കുട്ടി ബാക്കി വന്നു എങ്കിൽ കുട്ടികളുടെ എണ്ണം എത്ര? ഒന്നുകൂടി വായിക്കാം. ടീച്ചർ 4 കുട്ടികളെ 4 പേർ വീതമുള്ള 5 ഗ്രൂപ്പുകളാക്കിയപ്പോൾ ഒരു കുട്ടി ബാക്കി വന്നു. 5 കുട്ടികൾ വീതമുള്ള 4 ഗ്രൂപ്പുകളാക്കിയപ്പോഴും ഒരു കുട്ടി ബാക്കി വന്നു എങ്കിൽ കുട്ടികളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. When the teacher divided the students into 5 groups of 4 each, one student was left out. ഒരാള് പുറത്തായി. When they were divided into 4 groups of 5 each, then also one student was left out. Okay, what is the total number of students? അങ്ങനെ ആകുമ്പോൾ ആകെ കുട്ടികളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഉത്തരം കാണണം. ഉത്തരം 4 പേർ വീതമുള്ള 5 ഗ്രൂപ്പുകളാക്കിയപ്പോൾ ഒരു കുട്ടി പുറത്ത്. അപ്പൊ ആകെ 4 പേർ വീതമുള്ള 5 ഗ്രൂപ്പ് ആക്കിയാൽ എത്രയാണ് കിട്ടുക എന്ന് നോക്കണം. നമുക്ക് എഴുതി നോക്കാം. നമുക്ക് ഗ്രൂപ്പുകളാക്കി നോക്കാം. 4 പേർ വീതമുള്ള 5 ഗ്രൂപ്പ്. അപ്പൊ 4 ഗുണിക്കണം 5. 4 ഗുണിക്കണം 5 അല്ലെങ്കിൽ 5 ഗുണിക്കണം 4 2 എഴുതിയാലും കുഴപ്പമില്ല. 4 ഗുണിക്കണം 5 എത്ര? 4 5കൾ ചേർന്നാൽ എത്രയായിരിക്കും? 20 ആയിരിക്കും ഉത്തരം. 20 ആയിരിക്കും ഉത്തരം. ഓക്കെ. ഇനി 5 കുട്ടികൾ വീതമുള്ള 4 ഗ്രൂപ്പുകളാക്കിയപ്പോഴും ഒരു കുട്ടി ബാക്കി വന്നു. അപ്പൊ 5 ഗുണിക്കണം 4 നോക്കുക നമുക്ക്. 5 ഗുണിക്കണം 4. 5 ഗുണിക്കണം 4. 5 4കൾ ചേർന്നാൽ എത്ര കിട്ടും? എത്ര കിട്ടും? ഒരു 4 4 2 4 8 3 4 12 4 4 16 5 4 20 എത്ര? 20 കിട്ടും അല്ലെ? അപ്പൊ നോക്കൂ, 4 പേർ വീതമുള്ള 5 ഗ്രൂപ്പുകളാക്കിയപ്പോൾ ഉത്തരം 20 കിട്ടി. 5 പേർ വീതമുള്ള 4 ഗ്രൂപ്പുകളാക്കിയപ്പോഴും ഉത്തരം 20 കിട്ടി. നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെയൊക്കെ ഗ്രൂപ്പുകളാക്കുമ്പോൾ ഒരു കുട്ടി ബാക്കി വരുന്നുണ്ട് അല്ലെ? ഒരു കുട്ടി ബാക്കി വരുന്നത്. അപ്പൊ നോക്കൂ, ഇവിടെ നമുക്ക് ഇതിനോടുകൂടെ 1 ചേർത്ത് കൊടുക്കാം. 4 പേർ വീതമുള്ള 5 ഗ്രൂപ്പിലേക്ക് 1 ചേർത്ത്, ഇവിടെയും നമുക്ക് 1 ചേർത്ത് കൊടുക്കാം. അപ്പൊ എത്ര കുട്ടികളായിരിക്കും ഉണ്ടാകുക? 21 കുട്ടികൾ. എത്ര കുട്ടികളായിരിക്കും ഉണ്ടാകുക? 21 കുട്ടികളായിരിക്കും ഉണ്ടാവുക. അപ്പൊ 21 കുട്ടികൾ ഉണ്ടാകുമ്പോഴാണ് ആകെ കുട്ടികളുടെ എണ്ണം എത്ര ചോദിക്കുമ്പോൾ 21 ആണ്. 21 ആകുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഗ്രൂപ്പുകളാക്കുമ്പോൾ ഒരു കുട്ടി പുറത്തേക്ക് ലെഫ്റ്റ് ഔട്ടായി വരുന്നത്. ഓക്കെ.
അടുത്ത ചോദ്യം, 5 ബെഞ്ചിൽ 5 കുട്ടികൾ വീതം ഇരുന്നപ്പോൾ 5 പേർ ബാക്കി. 5 ബെഞ്ചിൽ 5 കുട്ടികൾ വീതം ഇരുന്നപ്പോൾ 5 പേർ ബാക്കി എങ്കിൽ കുട്ടികളുടെ ആകെ എണ്ണം എത്ര? നേരത്തെ ചെയ്ത കണക്കിന്റെ വേറെ രൂപമാണ്. 5 പേർ വീതം എല്ലാവർക്കും ഇരിക്കണമെങ്കിൽ എത്ര ബെഞ്ചുകൾ വേണം? ഒന്നുകൂടി വായിക്കണം. 5 ബെഞ്ചിൽ 5 കുട്ടികൾ വീതം ഇരുന്നപ്പോൾ 5 പേർ ബാക്കിയായി എങ്കിൽ കുട്ടികളുടെ എണ്ണം എത്ര? 5 പേർ വീതം എല്ലാവർക്കും ഇരിക്കണമെങ്കിൽ എത്ര ബെഞ്ചുകൾ വേണം? ഇതാണ് ചോദ്യം. ഇതിന് ഇംഗ്ലീഷ് നോക്കാം. When 5 benches were occupied each by 5 students, 5 were left out. Then how many students are there altogether? അങ്ങനെയാണെങ്കിൽ എത്ര കുട്ടികൾ ഉണ്ടാകും എന്നാണ് ചോദിച്ചത്. If each bench is to be occupied by 5 students with no one left out, 5 കുട്ടികൾ വെച്ച് എല്ലാ കുട്ടികൾക്കും ഇരിക്കണമെങ്കിൽ how many bench are needed? എത്ര ബെഞ്ചസുകൾ, എത്ര ബെഞ്ചുകൾ നമുക്ക് ആവശ്യമായി വരും? ഇതാണ് ചോദ്യം. നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം 5 ബെഞ്ചിൽ 5 കുട്ടികൾ വീതം ഇരുന്നപ്പോൾ 5 പേർ ബാക്കി എന്നല്ല പറഞ്ഞത്. അപ്പൊ 5 കുട്ടികൾ വീതം ഇരിക്കുന്ന കണക്കൊന്നെടുത്ത് നോക്കുക. കുട്ടികളുടെ എണ്ണം 5 പേർ വീതം ഇരിക്കുകയാണെങ്കിൽ 5 ഗുണിക്കണം 5, 5 into 5. 5 ബെഞ്ചിൽ 5 കുട്ടികൾ വീതം ഇരുന്നപ്പോൾ എത്ര ഉണ്ട് നോക്കണം. 5 കുട്ടികൾ വീതം ഇരുന്നപ്പോൾ 5 ഗുണിക്കണം 5, 5 into 5 into 5 എത്രയായിരിക്കും? 5 അഞ്ചുകൾ ചേർന്നാൽ 25 ആയിരിക്കും ഉത്തരം. എത്രയായിരിക്കും? 25. ബാക്കി വന്ന കുട്ടികളുടെ എണ്ണം എത്രയാണ്? 5 ലെഫ്റ്റ് ഔട്ട്, 5 ബാക്കിയുണ്ട് അല്ലെ. അപ്പം 5 ബാക്കി നമ്മൾ എഴുതാം. അപ്പൊ ആകെ കുട്ടികൾ 25ഉം ഇവിടെയുള്ള ഈ 5ഉം ബാക്കി വന്ന 5ഉം 30 കുട്ടികളായി അല്ലെ. ഇനി നോക്കൂ, അപ്പൊ ആകെ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 30 കുട്ടികൾ ഉണ്ടാവും. 25 പ്ലസ് ഈ 5ഉം കൂടി ചേർക്കുമ്പോൾ എത്ര ഉണ്ടാകും? 30 ആയിരിക്കും. നമുക്ക് 25നോട് 5 കുട്ടികളും പാടെ ചേരുമ്പോൾ എത്ര ഉണ്ടാവും? 30 കുട്ടികളായിരിക്കും ഉണ്ടാകണേ. ഇനി ഇവിടെ അപ്പൊ ആദ്യത്തേത് കഴിഞ്ഞു. 5 ബെഞ്ചിൽ 5 കുട്ടികൾ വീതിരുന്നപ്പോൾ 25, 5 പേർ ബാക്കി ചേർന്നപ്പോൾ എത്രയായി? 30 ആയി. ഇനി 5 പേർ വീതം എല്ലാവർക്കും ഇരിക്കണമെങ്കിൽ എത്ര വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര ബെഞ്ച് വേണ്ടി വരും? നോക്കൂ, ഇവിടെ 5 പേർ വീതം 5 ബെഞ്ച് 25 ആയി. ഇതിലേക്ക് 5 കൂടി ചേർന്നാൽ എത്രയാകും? 30 ആകും. 30 ബെഞ്ചിലേക്ക് ഇരിക്കണമെങ്കിൽ എത്ര വേണ്ടി വരും? 6 ബെഞ്ച് വേണ്ടി വരും അല്ലെ. നമുക്കൊന്ന് കൂട്ടി നോക്കാം, കുടിച്ചു നോക്കാം. 6 ഗുണിക്കണം 5, 6 into 5 എത്രയാ നോക്കാം. 1 5 5, 2 5 10, 3 5 15, 4 5 ചേർന്നാൽ 20, 5 5 ചേർന്നാൽ 25. അത് നമുക്ക് ആദ്യം കിട്ടി, ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി 6 5 എത്രയായിരിക്കും? 30. 6 5 എത്രയായിരിക്കും? 30 ആണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. അപ്പോൾ 5 പേർ വീതം എല്ലാ കുട്ടികൾക്കും ഇരിക്കണമെങ്കിൽ എത്ര ബെഞ്ചുകൾ വേണ്ടി വരും? 6 ബെഞ്ചുകൾ വേണ്ടി വരും. എത്ര ബെഞ്ച് വേണ്ടി വരും? 6, 6 ബെഞ്ചസ്, 6 ബെഞ്ചുകൾ വേണ്ടി വരും. അപ്പോഴാണ് മുഴുവൻ കുട്ടികൾക്കും 5 പേർ വീതമുള്ള മുഴുവൻ കുട്ടികൾക്കും ഇരിക്കാൻ സാധിക്കുക. അങ്ങനെയാണ് ഈ കണക്കിന്റെ ഉത്തരം, ആൻസർ നമുക്ക് കണ്ടെത്താൻ കഴിയുക. അടുത്ത ഒരു പ്രവർത്തനം, രാഗി 100 രൂപയുമായി കടയിൽ ചെന്നു. 6 രൂപ വിലയുള്ള 4 നോട്ട് ബുക്കും 3 രൂപ വിലയുള്ള 6 പേനയും വാങ്ങി. അനുജന് വേണ്ടി 2 രൂപ വിലയുള്ള 6 പെൻസിലും 5 രൂപ വിലയുള്ള 4 നോട്ട് ബുക്കും വാങ്ങി. അവൾക്ക് എത്ര രൂപ ബാക്കി കിട്ടി? ഒന്നുകൂടി വായിക്കാം. രാഗി എന്ന് പറയുന്ന പെൺകുട്ടി 100 രൂപയുമായി കടയിൽ ചെന്നു. 6 രൂപ വിലയുള്ള 4 നോട്ട് ബുക്കും 3 രൂപ വിലയുള്ള 6 പേനയും വാങ്ങി. അനുജന് വേണ്ടി അവള് 2 രൂപ വിലയുള്ള 6 പെൻസിലും 5 രൂപ വിലയുള്ള 4 നോട്ട് ബുക്കും വാങ്ങി. എങ്കിൽ അവൾക്ക് എത്ര രൂപ ബാക്കി കിട്ടി? ആകെ 100 രൂപ ഉണ്ടായിരുന്നത്, എത്ര രൂപ ബാക്കി കിട്ടി? ഇതാണ് ചോദ്യം. ഇതിന് ഇംഗ്ലീഷ് നോക്കാം. രാഗി bought 4 notebooks and 6 pens. Cost of a notebook is 6 rupees and that of a pen is 3 rupees. Okay. For her brother, she bought 6 pencils, each costing 2 rupees and 4 notebooks costing 5 rupees each. If she gave 100 rupees to the shopkeeper, what amount did she get back? 100 രൂപ അവിടെ കടക്കാരന് കൊടുക്കുകയാണെങ്കിൽ ബാക്കി എത്ര രൂപ അത് അവൾക്ക് ബാക്കി കിട്ടിയിട്ടുണ്ടാകും എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ചെയ്തു നോക്കാം. ഇത് ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് ചെയ്യണം, കുറച്ച് വലിയ കണക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യം മുകളിൽ എഴുതാം. നിങ്ങൾ 2-3 പ്രാവശ്യം ഇത് വായിക്കണം, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ കഴിയുള്ളൂ. ആദ്യം നമുക്ക് രാഗിയുടെ കയ്യിലുള്ള
തുക എത്രയാണ്? 100 രൂപയാണ് രാഖിയുടെ കയ്യിലുള്ള തുക. അപ്പൊ നമ്മൾ രാഖിയുടെ കയ്യിലുള്ള തുക സമം 100 രൂപ എന്ന് ഇവിടെ എഴുതുക. ഓക്കെ, ടോട്ടൽ എമൗണ്ട് 100 രൂപ. ഇനി ഒരു നോട്ട് ബുക്കിന് എത്രയാണ് വില? കടയിൽ ചെന്ന് 6 രൂപ വിലയുള്ള 4 നോട്ട് ബുക്കാണ് വാങ്ങിയത് അല്ലെ. അപ്പൊ ഒരു നോട്ട് ബുക്ക് എത്ര വില? 6 രൂപ. 1 നോട്ട് ബുക്ക് ഫോർ 6 rupees. രാഖി വാങ്ങിയത് എത്ര എണ്ണമാണ്? 4 നോട്ട് ബുക്ക് അല്ലെ. രാഖി വാങ്ങിയത് 4 നോട്ട് ബുക്ക്. അപ്പൊ എങ്ങനെയാ നമ്മൾ അത് കാണുക? ഒരു നോട്ട് ബുക്കിന് 6 രൂപയാണെങ്കിൽ 4 നോട്ട് ബുക്കിന് 4 ഗുണിക്കണം 6 അല്ലെ. 4 into 6. 4 into 6 എത്ര ആയിരിക്കും? 24 ആയിരിക്കും. കോസ്റ്റ് ഓഫ് നോട്ട് ബുക്ക് ഈസ് 24. അപ്പം നോട്ട് ബുക്ക് വാങ്ങിയതിന്റെ വില എത്രയായി? 24. അത് നമുക്ക് കിട്ടി. ഇനി ഒരു പേനയുടെ വില എത്രയാണ്? 3 രൂപയാണ് അല്ലെ. അപ്പൊ ഒരു പേനയുടെ വില 3 രൂപ. 1 pen 3 rupees. ഇനി എത്ര പേനയാ വാങ്ങി? 6 പേന. അപ്പൊ രാഖി വാങ്ങിയ പേനയുടെ വില എത്രയായിരിക്കും? 6 ഗുണിക്കണം 3 അല്ലെ. 6 into 3. 6 3 അല്ലെങ്കിൽ 3 6 എത്രയായിരിക്കും? 18 ആയിരിക്കും അല്ലെ. അപ്പൊ കോസ്റ്റ് ഓഫ് പെൻ ഈസ് 18. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ഒരു പെൻസിൽ, അനുജന് വേണ്ടി വാങ്ങിയ പെൻസിലാണ്. ഒരു പെൻസിലിന് എത്ര വില? 2 രൂപ. ഇത് അവിടെ 2 രൂപ. എത്ര പെൻസിലാ വാങ്ങിയത്? 6 പെൻസിൽ വാങ്ങി. അപ്പൊ അനുജന്റെ പെൻസിലിന്റെ വില എത്രയായിരിക്കും? 6 into 2. 6 എണ്ണം 2 രൂപ വെച്ച് 6 into 2 6 into 2 എത്രയാണ്? 12 ആയിരിക്കും അല്ലെ. കോസ്റ്റ് ഓഫ് പെൻസിൽ ബോട്ട് ഫോർ ബ്രദർ എത്രയായിരിക്കും? 12 rupees ആയിരിക്കും. ഇനി എന്താ ബാക്കിയുള്ളത്? നോട്ട് ബുക്ക് ബാക്കിയുണ്ട് അല്ലെ. 4 നോട്ട് ബുക്ക് എത്രയാണ്? 5 രൂപ വിലയുള്ള 4 നോട്ട് ബുക്ക്. ഒരു നോട്ട് ബുക്ക് വില എത്രയാണ്? 5 രൂപ. എത്ര നോട്ട് ബുക്കാ വാങ്ങിയത്? 4 നോട്ട് ബുക്ക്. അപ്പൊ കാണൽ എങ്ങനെയാണ്? 4 നോട്ട് ബുക്കിന്റെ വില 4 ഗുണിക്കണം 5 4 into 5. ടോട്ടൽ എത്ര ആയിരിക്കും? 20. അപ്പം കോസ്റ്റ് ഓഫ് നോട്ട് ബുക്സ് ഈസ് എത്രയായി? 20 ആയിരിക്കും. ക്ലിയർ? അപ്പൊ നമുക്ക് ഓരോ സാധനത്തിന്റെയും വില എത്രയായി എന്ന് കിട്ടി. രാഖി വാങ്ങിയ നോട്ട് ബുക്കിന്റെ വില രാഖിക്ക് വേണ്ടി വാങ്ങിയത് 24 ആണ്, 24. പേനയുടെ വില 18 ആണ്. അനുജന് വാങ്ങിയ പെൻസിലിന്റെ വില 12 ആണ്. അനുജന് വാങ്ങിയ നോട്ട് ബുക്കിന്റെ വില 20 ആണ്. അങ്ങനെ ആകെ ചെലവ് എത്രയാണെന്ന് ചോദിച്ചത്. അങ്ങനെയെങ്കിൽ എത്ര രൂപ ബാക്കി കിട്ടി? ബാക്കി കിട്ടിയത് അറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആകെ ചെലവ് നമുക്ക് കിട്ടണം. ആകെ ചെലവ് കിട്ടാൻ എന്താ വഴി? ഈ സംഖ്യകളെല്ലാം കൂടി നമ്മൾ കൂട്ടി നോക്കണം അല്ലെ. 24 24 പ്ലസ് 18 18 പ്ലസ് 12 12 പ്ലസ് 20. ഇത്രയും റുപ്പീസ്, ഇത്രയും പൈസ കൂട്ടണം. ആ കൂട്ടിയതാണ് ആദ്യം നമ്മൾ 24 18 കൂട്ടാൻ നിങ്ങൾക്കറിയാം. ആ കൂട്ടിയപ്പോൾ നമുക്ക് 42 42 കിട്ടി. പിന്നെ നമ്മൾ 12 20 കൂട്ടി. 12 20 കൂട്ടിയ 32 ആയി. അത് നമ്മൾ കിട്ടി. ഇനി നമ്മൾ ഈ 42നെയും ഈ 32നെയും 42 പ്ലസ് 32 കൂട്ടി 74 കിട്ടി. അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര രൂപ കിട്ടി? 74 rupees ചെലവായതായി നമുക്ക് കിട്ടി. ആകെ ചെലവ് വന്ന സംഖ്യ എത്രയാണ്? 74. ഇനി എത്ര രൂപയാണ് രാഖിയുടെ കയ്യിലുള്ളത്? 100 രൂപയാണ്. 100 rupees ആണല്ലേ. അത് ബാലൻസ് അറിയാൻ എന്താണ് വഴി? 100ൽ നിന്നും 74 കുറക്കണം. 100 രൂപയിൽ നിന്നും കൊടുത്ത സംഖ്യ 74 ആണ്. 74 കുറക്കണം. 100ൽ 74 കുറക്കുന്നത് മൈനസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് അറിയാം. നിങ്ങൾ ഒരു 10 എടുത്തിട്ടൊക്കെ ചെയ്യുന്ന അറിയാലോ അല്ലെ. അങ്ങനെ അറിയുമ്പോൾ 26 കിട്ടും. ഞാൻ വീഡിയോ ലോങ് ആയതുകൊണ്ടാണ് സ്പീഡിൽ പറയുന്നത്. 26 26 കിട്ടും. അപ്പൊ 100ൽ നിന്നും 74 കുറച്ചാൽ 100 രൂപയിൽ നിന്നും 74 രൂപ പോയാൽ 26 26 രൂപ കിട്ടും. അപ്പൊ ബാക്കി കിട്ടിയത് 100 രൂപ കടക്കാരന് കൊടുത്തപ്പോൾ രാഖിക്ക് ബാക്കി കിട്ടിയ സംഖ്യ എത്രയാണ്? ബാലൻസ് 26 ആയിരിക്കും. ഇങ്ങനെയാണ് ഈ കണക്ക് ചെയ്ത് പൂർത്തിയാക്കേണ്ടത്. കൂട്ടുകാരെ, ഞാൻ സ്പീഡിൽ പറഞ്ഞിട്ടുണ്ട്. കൂട്ടുകാർ നന്നായി പലയാവർത്തി വായിച്ച് ഈ വർക്ക് ചെയ്ത് നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഈ പാഠഭാഗം മനസ്സിലായിട്ടുണ്ടാകും എന്ന് വരുന്ന ഗുണഗണന ഭാഗവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇന്നത്തെ പാഠവും പറഞ്ഞത്. ഏതായാലും ഈ പാഠവുമായി ബന്ധപ്പെട്ട മറ്റു വർക്കുകളും ഈ ചാനലുണ്ട്. നിങ്ങൾക്ക് ഈ പാഠഭാഗം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. ഇനിയും ഇതിന്റെ ബാക്കിയുള്ള പാഠഭാഗങ്ങൾ ഈ ചാനൽ ഉണ്ടാകും. ഇതുപോലെയുള്ള പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.